എല്ലാവർക്കും സ്പിയർ മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സുനിൽ ദത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ ലാസ്റ്റ് നടന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇനി മുതൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമെന്ന്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് മുതൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന ഒരു സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ ആഴ്ചയിലും ഒരു വീഡിയോ ഇങ്ങനെയായിരിക്കും. ടോപ്പിക് വൈസും ക്ലാസ്സുകൾ എടുക്കും. ടോപ്പിക് വൈസ് നമ്മളിപ്പം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് കലണ്ടർ എന്ന ടോപ്പിക് എന്നാണ്. കലണ്ടർ എന്ന ടോപ്പിക്കിൽ നമ്മൾ ഇതുവരെ ആറ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറേ കൂടെ കണക്കിനകത്ത് കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഒരു ഘടന എങ്ങനെയാണ്? 2001 മുതൽ 2021 മുതൽ 2025 വരെ, ഈ ലാസ്റ്റ് 4 വർഷം, അവസാനത്തെ 4 വർഷമായിട്ട് PSC 10ാം തലത്തിലും +2 തലത്തിലും ഡിഗ്രി തലത്തിലും നടത്തിയിട്ടുള്ള എക്സാമുകളുടെ മാത്സിൻ്റെ റിവിഷൻ ആയിരിക്കും ഈ ക്ലാസ്സുകളിൽ നമ്മൾ എടുക്കുന്നത്. കാരണം അവസാനം PSC കണ്ടക്ട് ചെയ്ത പരീക്ഷകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ 2 പ്രിലിംസ് ആയിക്കോട്ടെ, അതിനുശേഷം നടന്ന ഫയർമാൻ്റെയും ഫയർവുമൻ്റെ എക്സാം, WCPയുടെ എക്സാം, CPയുടെ എക്സാം, ഏറ്റവും ലാസ്റ്റ് നടന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ആദ്യത്തെ ഘട്ടം, ഈ ക്വസ്റ്റ്യനൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് വരുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള മോഡൽസ് ആവർത്തിക്കുന്നുണ്ട്. അതായത് അതുപോലെയുള്ള മോഡൽസും ആ ക്വസ്റ്റ്യൻസും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി മുതൽ എല്ലാ ആഴ്ചയിലും ഒരു ക്ലാസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വർക്കൗട്ട് സെഷനാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് 2021 ഇനി സെയിൽസ്മാൻ്റെ ഒരു ഘട്ടവും കൂടെ വരാനിരിക്കെ നമ്മൾ ചെയ്യുന്നത് 2021 12ാം മാസം ഡിസംബർ മാസം PSC നടത്തിയ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഒരു എക്സാമാണ്. അതൊരു 10th മെയിൻസിൻ്റെ എക്സാം ആയിരുന്നു. ആ എക്സാമിനകത്തെ 10 ചോദ്യങ്ങൾ, കണക്കിനകത്തെ 10 ചോദ്യങ്ങളാണ് ആദ്യത്തെ ക്ലാസ്സിൽ, നമ്മുടെ ക്ലാസ് 1-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 10 ക്വസ്റ്റ്യൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കുറേ കൂടെ നിങ്ങളുടെ കണക്കിനകത്ത് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പോകാം. കുറേ കൂടെ നിങ്ങളുടെ കണക്ക് മെച്ചപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാൻ. ആദ്യത്തെ ചോദ്യം അവർ ചോദിച്ചത് പെർസെൻറ്റേജിൽ നിന്നാണ്, ശതമാനവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. ആ ചോദ്യം എങ്ങനെയാണ്? ഒരു പരീക്ഷയിൽ 30% കുട്ടികൾ വിജയിച്ച കുട്ടികളുടെ എണ്ണം 60 ആണെങ്കിൽ പരാജയപ്പെട്ടവരുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചത്. ഓക്കെ, എന്നാൽ ഒരു പരീക്ഷയിലെന്ന് പറയുമ്പം, പരീക്ഷയിൽ വിജയിച്ച കുട്ടികളും പരാജയപ്പെട്ട കുട്ടികളും ഒക്കെ പറയുമ്പം നിങ്ങൾ ആദ്യം ഇങ്ങനെയൊന്ന് കുറിച്ച് വെക്കണം. ഒരു പരീക്ഷയാകുമ്പം അവിടെ വിജയിച്ച കുട്ടികളും കാണും, പരാജയപ്പെട്ട കുട്ടികളും കാണും. സോ വിജയിച്ച കുട്ടികളെന്നും പരാജയപ്പെട്ട കുട്ടികളെന്നൊക്കെ പറയുമ്പം നമ്മൾ വിജയമെന്നും പരാജയമെന്നും 2 കോളം പോലെ ഒന്ന് വരച്ചിട്ടേക്കണം. ഇത് ഇങ്ങനെ വരയ്ക്കണം. ഒന്ന് വിജയിച്ച ആൾക്കാർ, രണ്ടാമത്തെ കോളത്തിൽ പരാജയപ്പെട്ട ആൾക്കാർ എന്ന് വരയ്ക്കണം. എന്നിട്ട് നിങ്ങൾ ചോദ്യം ഇനി വായിക്കണം. ഒരു പരീക്ഷയിൽ 30% കുട്ടികൾ വിജയിച്ചു. ഓക്കെ, അവിടെ നമുക്ക് ക്ലിയർ ആയി. 30% കുട്ടികൾ വിജയിച്ചു. അന്നേരം പറയുക വിജയിച്ചത് എത്രയാണ്? വിജയിച്ചതെന്ന് പറഞ്ഞാൽ 30% എന്ന് മനസ്സിലായി. ക്ലിയർ ആണേ? ഇപ്പോഴേ ഒരു കാര്യം നമുക്ക് കിട്ടി. ആകെ എന്ന് പറയുന്നത്, ടോട്ടൽ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 100% ആണെങ്കിൽ, ടോട്ടൽ എപ്പോഴും 100% ആയിരിക്കും. ടോട്ടൽ എപ്പോഴും 100% ആണെങ്കിൽ നമ്മളിപ്പം പറയും വിജയിച്ചത് 30% ആണെങ്കിൽ നമ്മളിപ്പം പറയും പരാജയപ്പെട്ടത് 100-ൽ നിന്നും 30 പോയി കഴിഞ്ഞാൽ അത് 70% ആയിരിക്കും എന്ന് പറയും. ഇത് പറയാൻ ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഒരു സംശയമില്ല. കാരണം ആകെ 100 ശതമാനം എന്ന് അറിയാം. ആകെയുള്ള കുട്ടികൾ 100% ആണെങ്കിൽ അതിനകത്ത് 30% ജയിച്ചാൽ ബാക്കി പരാജയപ്പെട്ടത്, ബാക്കിയുള്ളവരെല്ലാം പരാജയപ്പെട്ടവരാ. അത് 100-ൽ നിന്ന് 30 കുറച്ചാൽ എത്ര ആയിരിക്കും എന്നറിയാം? 70% എന്നറിയാം. അത് നമുക്ക് ക്ലിയർ ആണ്. എന്നാൽ അടുത്ത സെന്റൻസ് നമുക്ക് ഇനി വായിക്കാം. 30% കുട്ടികൾ വിജയിച്ചു, നമ്മളത് എഴുതി. വിജയിച്ച 30, സോ പരാജയപ്പെട്ട 70. എന്നാൽ അടുത്ത എന്താ പറഞ്ഞ്? വിജയിച്ച കുട്ടികളുടെ എണ്ണം 60 ആണ്. വിജയിച്ച കുട്ടികളുടെ എണ്ണം, വിജയത്തിൻ്റെ താഴെ വീണ്ടും മാർക്ക് ചെയ്യണം. വിജയിച്ച കുട്ടികളുടെ എണ്ണം 60 ആണെങ്കിൽ എന്താണ് ചോദ്യം? പരാജയപ്പെട്ടവരുടെ എണ്ണമാണ്. പരാജയപ്പെട്ട കുട്ടികളുടെ എണ്ണമാണ് ചോദ്യം. ഇത്ര എഴുതി വെച്ചാൽ മതി. ഇത്ര എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും എന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ മതി. എന്ത് നിങ്ങൾക്ക് മനസ്സിലാവും? നിങ്ങൾക്ക് അറിയാവുന്ന ഇതാ, വിജയിച്ച കുട്ടികളുടെ എണ്ണം 30% എന്നറിയാം. അത് എത്ര എണ്ണമാണ്? 60 എണ്ണം എന്ന് പറയുന്നു. സോ വിജയിച്ച കുട്ടികൾ 30%, 60 അല്ലേ?
എന്നിട്ട് ഇങ്ങനെ എഴുതുക. വിജയിച്ച കുട്ടികളെന്ന് പറഞ്ഞാൽ അത് എത്ര ശതമാനമാണ്? 30%. ആ 30%ന്റെ വില എത്ര എന്നാണ് പറഞ്ഞത്? 60 എന്നാണ് പറഞ്ഞത്. ഇതൊക്കെയാണല്ലോ. ഇതാണ് തന്നെ വിജയിച്ചത് 30%. അതെത്ര എണ്ണം? 60 എണ്ണം. സോ 30% 60 ആണെങ്കിൽ എന്താണ് ചോദിച്ചത്? പരാജയപ്പെട്ടവരുടെ എണ്ണം. പരാജയപ്പെട്ടവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാ? 70%. എത്ര എന്നാണ് ചോദിച്ചത്. ഇതാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം എന്താണ്ട് ഇങ്ങനെ മാറ്റി. വിജയിച്ചത് 30%, 60 ആണെങ്കിൽ പരാജയപ്പെട്ടത് 70% എത്ര എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു കണക്ക് ശതമാനത്തിൽ വന്നാൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ക്രോസ് ചെയ്യണം. ഓപ്പോസിറ്റ് ആരാണോ നിൽക്കുന്നത് അവരെ ക്രോസ് ചെയ്തിട്ട് അടുത്ത ആളെ അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്യുക എന്ന് വെച്ചാൽ ദാ ഇങ്ങനെ എഴുതി വെക്കണം. ഓപ്പോസിറ്റ് ഏതൊക്കെ? 60, 70 അല്ലേ? ദാ ഇങ്ങനെ എഴുതി വെക്കുക. 60 × 70 ബൈ 60 × 70 ബൈ ബാക്കിയുള്ള നമ്പർ 30 താപ്പോട്ടം ഇടുക. സോ 30-നകത്ത് 30 ഒരെണ്ണം, 60-നകത്ത് 30 രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 2നെ കൊണ്ട് 70 ഗുണിച്ച 2 × 70 എന്ന് പറഞ്ഞാൽ 140 എന്ന് കിട്ടും. അതുകൊണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം പരാജയപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്ഷൻ സി ആണ്. ആൻസർ ഇസ് ഈക്വൽ ടു 140. ഈ കണക്കിന്റെ ഉത്തരവായിട്ട് മാറും. വളരെ ക്ലിയർ ആയി. ഒരു സംശയമില്ല, നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്യണം. വിജയിച്ചത് 30 ആണെങ്കിൽ പരാജയപ്പെട്ടത് 100 ൽ 30 പോയി കഴിഞ്ഞാൽ 70. ഒരു സംശയമില്ലേ? എന്നാൽ വിജയിച്ചവരുടെ എണ്ണം എത്ര? 60. സോ വിജയിച്ചത് 30% 60 ആണെങ്കിൽ പരാജയപ്പെട്ട 70% എത്രയെന്നാണ് ചോദ്യം. അതങ്ങ് എഴുതി വെക്കുക. 30% 60 ആണെങ്കിൽ 70% എത്രയാ? ക്രോസ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഉത്തരവായി ആൻസർ ഇസ് ഈക്വൽ ടു 140. ക്ലിയർ? രണ്ടാമത്തെ കണക്കിലേക്ക് പോകാം. എന്താണ് രണ്ടാമത്തെ ചോദ്യം? അത് റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ട, അംശബന്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. നമുക്ക് ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഒരു ത്രികോണത്തിലെ കോണുകൾ 2:3:4 എന്ന അംശബന്ധത്തിലാണ്. ആ ത്രികോണത്തിന്റെ ഏറ്റവും വലിയ കോണും ചെറിയ കോണും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇത് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ നടത്തിയ റിവിഷൻ ക്ലാസ്സിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. എന്നിരുന്നാലും ഈ എക്സാമിൻ്റെ ഒരു ചോദ്യമായതുകൊണ്ട് നമ്മൾ വീണ്ടും ആ കണക്കിലേക്ക് വരികയാണ്. ഒരു ത്രികോണത്തിലെ കോണുകൾ നമുക്കത് പറയാം. ഒരു ത്രികോണത്തിലെ കോണുകൾ തമ്മിലുള്ള അംശബന്ധം 2:3:4. ഒരു ത്രികോണം എന്ന് പറഞ്ഞാൽ ത്രികോണത്തിൽ 3 കോണുകളാണ്. ആ കോണുകൾ തമ്മിലുള്ള അംശബന്ധം 2:3:4 എന്ന് പറഞ്ഞു. ഓക്കെ, അത് നമുക്ക് ഓക്കെയാണ്. എന്ന അംശബന്ധത്തിലാണ്. ആ ത്രികോണത്തിലെ ഏറ്റവും വലിയ കോണും ചെറിയ കോണും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദ്യം. അത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒരു മാർഗം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കോണും ചെറിയ കോണും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ വലിയ കോണും ചെറിയ കോണും കണ്ടുപിടിക്കും. വലിയ കോണും ചെറിയ കോണും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വ്യത്യാസം പറയും. അതാണ് ആദ്യം ചെയ്യുന്ന മാർഗം. രണ്ടാമത്തെ മാർഗം വലിയ കോണും ചെറിയ കോണും കണ്ടുപിടിക്കാതെയും ഇതിൻ്റെ ഉത്തരം എഴുതാം. അതിലേക്കൊന്ന് വരാം, ഒന്ന് നോക്കുക. 2 രീതിയും ഞാൻ പറയാം. 2 രീതിയും നിങ്ങളൊന്ന് കേൾക്കുക, ശ്രദ്ധിക്കുക. അതിനു മുമ്പ് ത്രികോണത്തിലെ കോണുകൾ തമ്മിലുള്ള അംശബന്ധം 2:3:4 ആണെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾ പറയേണ്ട ഒരു പോയിന്റ് ഇതാണ്. ത്രികോണമാണെങ്കിൽ ത്രികോണത്തിലെ എന്തറിയണം? കോണുകളുടെ തുക എത്ര എന്നറിയണം. ത്രികോണത്തിലെ കോണുകളുടെ തുകയെന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. ആദ്യം ഇത് അറിയണം. സോ നിങ്ങൾക്കറിയാം ത്രികോണത്തിലെ കോണുകളുടെ തുകയെന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയാണ്. കിട്ടിയല്ലോ. ത്രികോണത്തിലെ കോണുകളുടെ തുക 180 ഡിഗ്രി ആണെങ്കിൽ ഇതിനകത്തെ ചെറിയ കോണും വലിയ കോണും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദ്യമെങ്കിൽ ആദ്യം നമുക്ക് ചെറിയ കോൺ കണ്ടുപിടിക്കാം. ചെറിയ കോൺ കിട്ടാൻ വേണ്ടി ആകെ ഇതെല്ലാം അവിടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുമ്പം 180 എഴുതിയിട്ട് റേഷ്യോ കിട്ടാൻ വേണ്ടി ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇവിടെ കോണുകളുടെ തുക എഴുതി കഴിഞ്ഞാൽ താഴെ തുകയുടെ റേഷ്യോ മാർക്ക് ചെയ്യണം. എങ്ങനെയാണ് റേഷ്യോ പഠിക്കേണ്ടത്? ഇവിടെ എന്താണോ എഴുതുന്നത് അതിൻ്റെ റേഷ്യോ താഴെ മാർക്ക് ചെയ്യണം. ഇവിടെ എഴുതിയത് കോണുകളുടെ തുകയാണ്. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ കോണുകളുടെ തുകയാണ്. അതുകൊണ്ട് താഴെ മാർക്ക് ചെയ്യേണ്ടത് തുകയുടെ റേഷ്യോയാണ്. തുകയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അവിടെ കൂട്ടി പറയണം, തുക പറയണം. സോ 4ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 7, 7ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 9 ആണ് താഴെ പറയേണ്ടത്. ഇത് തുകയായതുകൊണ്ട് താഴെയും തുകയുടെ റേഷ്യോ 4 3 7, 7 2 9 താഴെ പറഞ്ഞു. ഇനി ഏതാണ് വേണ്ടത്? ചെറിയ കോണാണ് വേണ്ടതെങ്കിൽ ചെറുതങ്ങ് പറയണം. ചെറുതെത്ര? 2. അത് മേളിൽ പറയണം. അങ്ങനെ ചെയ്യുമ്പം ഈ 9നെയും 18നെയും നമ്മൾ 9 കൊണ്ട് വെട്ടുമ്പം 9ൽ 9 ഒരു തവണ, 18ൽ 9 2 തവണ.
ഈ പൂജ്യോടെ കൊടുത്താൽ 20 എന്ന് കിട്ടും. 20നെ കൊണ്ട് 2 ഗുണിച്ചാൽ 40 ഡിഗ്രി എന്ന് കിട്ടും. ഇതാണ് ചെറിയ കോണെന്ന് മനസ്സിലായി. 40 ഡിഗ്രി എന്ന് കിട്ടിയല്ലോ. ചെറിയ കോൺ കിട്ടിയെങ്കിൽ നമുക്കിനി എന്തുകൂടെ വേണം? ചെറുത് മാത്രം പോരാ, നമുക്ക് എന്തുകൂടെ വേണം? ചെറിയ കോൺ മാത്രം പോരാ, വലിയ കോണും കണ്ടുപിടിക്കണം. എന്നാൽ നിങ്ങളൊന്ന് ചെയ്ത് കണ്ടുപിടിച്ചേ. വലിയ കോൺ അങ്ങനെ കണ്ടുപിടിക്കും. നമ്മൾ പറയും ത്രികോണത്തിലെ കോണുകളുടെ തുക 180 ഇവിടെ 180 എഴുതിയുകൊണ്ട് റേഷ്യോ മാർക്ക് ചെയ്യുമ്പോൾ ഇത് തുകയാണെങ്കിൽ താഴെ തുകയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 4 3 7 2 9 താഴെ പറഞ്ഞിട്ട് വേണ്ടത് വലിയ കോണായതുകൊണ്ട് വലുത് പറയണം. ചെറുതാകുമ്പോൾ 2, വലുതാകുമ്പോൾ 4. സോ വലുത് മേളിൽ പറയുമ്പോൾ 4 മേളിൽ പറയും. അങ്ങനെ ചെയ്യുമ്പോൾ പഴയതുപോലെ 9 ൽ 9 ഒരു തവണ, 18 ൽ 9 ആണെങ്കിൽ 2 തവണ, പൂജ്യോടെ കൊടുത്താൽ 20 × 4 = 80 ഡിഗ്രി എന്ന് കിട്ടി. സോ നമുക്ക് കിട്ടിയതൊക്കെയാ? ചെറിയ കോൺ 40 കിട്ടി, വലിയ കോൺ 80 കിട്ടി. ഇത് രണ്ടും കിട്ടി. ക്ലിയർ ആണ്. എന്നാൽ എന്താ ചോദ്യം? വലിയ കോണും ചെറിയ കോണും തമ്മിലുള്ള വ്യത്യാസം എത്ര? പറ. വലിയ കോൺ എത്ര കിട്ടിയേ? 80. ചെറിയ കോൺ എത്ര കിട്ടിയേ? 40. അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 80 നിന്ന് 40 കുറച്ചാൽ എത്ര കിട്ടും? 40 കിട്ടും. സോ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 40 ആണ്. 40 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻസ് ഞാൻ മാർക്ക് ചെയ്തില്ല. 40 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ കണക്കിൻ്റെ ഉത്തരം 40 ആണെന്ന് നിങ്ങളങ്ങ് മനസ്സിലാക്കി വെച്ചേക്കണം. ക്ലിയർ ആയല്ലോ? ഉത്തരം 40 ആണ്. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ ഈ കണക്ക് ചെയ്യുന്ന മറ്റൊരു മാർഗ്ഗം കൂടെ ഞാനൊന്ന് പറയാം. അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അതിങ്ങനെയാണ്. ആദ്യം പറയാം. എന്താ? ത്രികോണത്തിലെ കോണുകളുടെ തുക. ത്രികോണത്തിലെ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ 180 അല്ലേ? 180 എഴുതി വെച്ചിട്ട് എന്താണോ എഴുതിയ അതിൻ്റെ റേഷ്യോ താഴെ പറയണം. ഇത് എഴുതി വെച്ച 180 എന്ന് പറഞ്ഞാൽ തുകയാണല്ലോ. സോ താഴെ തുകയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 4 3 7 2 9 എഴുതിയിട്ട് മുകളിൽ എപ്പോഴും മാർക്ക് ചെയ്യേണ്ടത് എന്താണോ വേണ്ടത് അതിൻ്റെ റേഷ്യോ. ചെറിയ കോണാണ് വേണ്ടതെങ്കിൽ മുകളിൽ നമ്മൾ 2 കൊടുത്തു. വലിയ കോണാണ് വേണ്ടതെങ്കിൽ മുകളിൽ നമ്മൾ 4 കൊടുത്തു. ഈ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചത് വലിയ കോണും ചെറിയ കോണും തമ്മിലുള്ള വ്യത്യാസമല്ലേ ചോദിച്ചേ. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. വലിയ കോണിൻ്റെയും ചെറിയ കോണിൻ്റെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലുതിൻ്റെ റേഷ്യോ 4, ചെറുതിൻ്റെ റേഷ്യോ 2. സോ 4ൻ്റെയും 2ൻ്റെയും വ്യത്യാസം പറഞ്ഞാൽ മതി. ഇങ്ങനെ വലുതിൻ്റെ റേഷ്യോ 4, ചെറുതിൻ്റെ റേഷ്യോ 2 ആണെങ്കിൽ ആ 4ൻ്റെയും 2ൻ്റെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2 അങ്ങ് പറഞ്ഞാൽ മതി. വ്യത്യാസമല്ലേ വേണ്ടേ. സോ വലുത് 4, ചെറുത് 2 ആകുമ്പം അതിൻ്റെ 2ൻ്റെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ 4 ൽ 2 കുറച്ച് 2 മേളിൽ പറയണം. അതാകുമ്പോൾ വ്യത്യാസം കിട്ടും. അങ്ങനെ ചെയ്യുമ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 9 ൽ 9 ഒരു തവണ, 18 ൽ 9 2 തവണ, പൂജ്യോടെ കൊടുത്താൽ 20 × 2 = 40. എങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും എങ്ങനെ ചെയ്താലും ഉത്തരം എത്ര തന്നെയായിരിക്കും? 40 ആയിരിക്കും. ഉറപ്പിക്കാം. ഈ കണക്കിൻ്റെ ഉത്തരം 40. 2 രീതിയിൽ നമ്മൾ ചെയ്തു. ഒന്ന് നമ്മൾ ഡയറക്റ്റ് ചെയ്തു, വലിയ കോൺ കണ്ടുപിടിച്ചു, ചെറിയ കോൺ കണ്ടുപിടിച്ചു, എന്നിട്ട് വ്യത്യാസം എടുത്തു. രണ്ടാമത്തത് നമ്മൾ അത്രയും സ്റ്റെപ്പ് എഴുതാതെ പറഞ്ഞു, ഇങ്ങനെ വ്യത്യാസമാണ് വേണ്ടതെങ്കിൽ വ്യത്യാസത്തിൻ്റെ റേഷ്യോ 4ൻ്റെയും 2ൻ്റെയും വ്യത്യാസം 2. സോ 2 റേഷ്യോ മേളിൽ പറയും. അങ്ങനെയും ചെയ്യാം. ക്ലിയർ? അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം നമ്പർ 3. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരിത്തിരി വലിയ ക്വസ്റ്റ്യനാണ്. ഇതൊരു ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സമയവും ദൂരവും എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്തെ ഒരിത്തിരിയുടെ വലിയ ചോദ്യമാണ്. ഒരിത്തിരി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ചോദ്യങ്ങളിലൊന്നാണ്. ഒന്ന് നോക്കുക എല്ലാവരും. എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്കുള്ള നേർദൂരം 15 കിലോമീറ്റർ ആണ്. ഒരാൾ 6 AM എയിൽ നിന്നും പുറപ്പെട്ട് 6 AM പുറപ്പെടും. 6 AM എയിൽ നിന്നും പുറപ്പെട്ട് 10 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. മറ്റൊരാൾ അതേ സമയത്ത് ബിയിൽ നിന്ന് പുറപ്പെട്ട് 20 km/h വേഗതയിൽ എയിലേക്കും സഞ്ചരിക്കുന്നു. എന്നാൽ ഏത് സമയത്ത് ഇവർ പരസ്പരം കണ്ടുമുട്ടുമെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ചോദ്യം വായിച്ചു നോക്കി. അത് ക്ലിയറായി. 6 AM എയിൽ നിന്ന് പുറപ്പെട്ട് ബിയിലേക്കാണ് സഞ്ചരിക്കേണ്ടത്. അതുപോലെ മറ്റേയാൾ ബിയിൽ നിന്ന് എയിലേക്ക്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കതങ്ങ് വരയ്ക്കാം. വരയ്ക്കുമ്പോൾ ഒരിത്തിരി കൂടെ ക്ലിയർ ആവും. നമുക്ക് ചോദ്യം ചെറുതാക്കാം. എങ്ങനെ ചെറുതാക്കാം? ആദ്യം പറയാം. എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്കുള്ള നേർദൂരം 15 കിലോമീറ്റർ. അന്നേരം നമുക്ക് ആ സ്ഥലങ്ങൾ മാർക്ക് ചെയ്യാം. ഇതാണ് 2 സ്ഥലം. എ എന്ന് പറഞ്ഞൊരു സ്ഥലവും ഇവിടെ ബി എന്ന് പറഞ്ഞൊരു സ്ഥലം. അന്നേരം നിങ്ങളുടെ കയ്യിൽ 2 സ്ഥലം അവർ തന്നു. എയും ബി ആണ് സ്ഥലം. എന്നിട്ട് പറയുകയാണ്, ഈ എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ്? 15 കിലോമീറ്റർ. നമ്പറൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. എങ്ങനെയാണ് 15 കിലോമീറ്റർ? അന്നേരം ഒരു കാര്യം ക്ലിയറായി. എയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 15 കിലോമീറ്റർ ആണെന്നുള്ളത് ക്ലിയറായി. അടുത്ത എന്താ പറഞ്ഞേ? ഒരാൾ 6 AM അന്നേരം പുറപ്പെടുന്ന സമയം 6 AM ആണെന്ന് നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നെടുക്കാം. 6 AM എയിൽ നിന്ന് പുറപ്പെട്ട് ബിയിലേക്ക് 10 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കും. അന്നേരം എയിൽ നിന്ന് ഒരാൾ ബിയിലോട്ട് പോകും. ആ പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 10 km/h വേഗത്തിലാണ്. രാവിലെ 6 മണിക്കാണ് പോകുന്നത്. അതവിടെ നിൽക്കട്ടെ.
ശരിയല്ലേ? അതൊന്ന് അറിയാൻ വേണ്ടി ഒന്ന് കുറച്ച് വെച്ചിരുന്നാൽ മതി. 6 AM പുറപ്പെട്ട് എയിൽ നിന്നും ബിയിലോട്ട് പോവും, 10 km/h വേഗത്തിൽ പോയി. മറ്റൊരാൾ അതേ സമയത്ത് തന്നെ, അതായത് 6 മണിക്ക് തന്നെ ബിയിൽ നിന്നും പുറപ്പെട്ട് 20 km/h വേഗതയിൽ എയിലേക്ക് സഞ്ചരിക്കും. അന്നേരം ബിയിൽ നിന്ന് അയാൾ പുറപ്പെട്ട് എയിലോട്ട് പോകും. അയാളുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 20 km/h എന്ന് പറഞ്ഞു. എന്നാൽ ഏത് സമയത്ത് ഇവർ പരസ്പരം കണ്ടുമുട്ടുമെന്ന് ചോദിച്ചാൽ, ഏത് സമയത്തെന്ന് ചോദിച്ചാൽ ടൈമാണ് ചോദ്യം, സമയമാണ് ചോദ്യം. സമയം കണ്ടെത്താം. സമയം കണ്ടെത്തുന്നതിന് മുമ്പ് ഈ കണക്കിൽ പഠിക്കേണ്ട ആദ്യത്തെ ഒരു പോയിന്റ്, ഇതൊരു ഡയറക്ഷനുള്ള ചോദ്യമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഇതിലൊരു ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ പോകുന്നത് എയിൽ നിന്നും ബിയിലോട്ടും രണ്ടാമത്തെ ആൾ പോകുന്നത് ബിയിൽ നിന്നും എയിലോട്ടാണ്. ഒരാൾ പോകുന്ന എയിൽ നിന്നും ബിയിലോട്ട്, രണ്ടാമത്തെ ആൾ പോകുന്നത് ബിയിൽ നിന്നും എയിലോട്ട്. ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും വരുമ്പം അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഒരാൾ അങ്ങോട്ട് ഒരാൾ ഇങ്ങോട്ട് പോകുമ്പം രണ്ടുപേരും ഒരേ കണക്ക് പോയി കഴിഞ്ഞാൽ സെയിം ഡയറക്ഷൻ. ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും ആണെങ്കിൽ നമ്മൾ അന്നേരേ പറയണം ഇവിടെ വരെ പോകുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം കൂടെ പറയണം. ഡയറക്ഷൻ ഉള്ള ക്വസ്റ്റ്യൻസിനകത്ത് അത് സെയിം ഡയറക്ഷൻ ആയാലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയാലും, ഡയറക്ഷൻ ഉള്ള ക്വസ്റ്റ്യൻസിനകത്ത് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ സ്പീഡിന് പകരം ഉപയോഗിക്കുന്ന ടേമാണ് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയും. റിലേറ്റീവ് സ്പീഡ് അല്ലെങ്കിൽ ആപേക്ഷിക വേഗത എന്ന് പറയും. ഡയറക്ഷൻ ഉണ്ടെങ്കിൽ, ഡയറക്ഷൻ ഉള്ള കേസിനകത്ത് ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്ത് ഉപയോഗിക്കുന്ന ടേമാണ് റിലേറ്റീവ് സ്പീഡ് അല്ലെങ്കിൽ ആപേക്ഷിക വേഗത എന്ന ഒരു കാര്യം ഇവിടെ പഠിക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട്, ആപേക്ഷിക വേഗത കിട്ടാൻ വേണ്ടിയിട്ട് തന്ന സ്പീഡ് എപ്പോഴും പ്ലസ് ചെയ്യണം. അതിങ്ങനെ പഠിക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് കിട്ടാൻ വേണ്ടി സ്പീഡുകൾ തമ്മിൽ എപ്പോഴും പ്ലസ് ചെയ്യണം. ഞാനൊരു ഹിന്റ് പറയട്ടെ, ഇങ്ങനെ പഠിച്ചാൽ മതി. ഓപ്പോ പ്ലസ്, നിങ്ങൾ ആ ഒരു ഫോണങ്ങ് ഓർത്തോ. ഓപ്പോസിറ്റ് ആണെങ്കിൽ പ്ലസ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എല്ലായ്പ്പോഴും പ്ലസ്. സ്പീഡ് തമ്മിൽ പ്ലസ് ചെയ്യണം. ഒരു ഓപ്പോസിറ്റ് ആണെങ്കിൽ പ്ലസ്. ഒരു കാര്യം ഇപ്പോഴേ ഓർത്ത് വെച്ചോ, ഓപ്പോസിറ്റ് പ്ലസ് ആണെങ്കിൽ സെയിം ഡയറക്ഷൻ ആകുമ്പോൾ മൈനസ് ആയിരിക്കും. നമുക്ക് പിന്നീട് പറയാം. ഓപ്പോസിറ്റ് പ്ലസ് ആണെങ്കിൽ സെയിം എപ്പോഴും മൈനസ്. ഓക്കെ ആണേ? എന്നാ പറ, ആദ്യം നമുക്ക് റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി സ്പീഡുകൾ എഴുതാം. സ്പീഡ് ഏതൊക്കെയാണ്? അങ്ങോട്ട് പോകുന്ന സ്പീഡ് 10ഉം ഇങ്ങോട്ട് പോകുന്ന സ്പീഡ് എത്ര? 20ഉം ആണെങ്കിൽ പറഞ്ഞ് റിലേറ്റീവ് സ്പീഡ് കിട്ടാൻ വേണ്ടി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ പ്ലസ് ചെയ്യണം. സോ 10ന്റെ കൂടെ 20 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 30 km/h കിട്ടിയല്ലോ. ഓക്കെ ആണേ? ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇത്രയും ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുവാ ചോദിച്ചേ? ഏത് സമയത്ത് ഇവർ കണ്ടുമുട്ടും എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ചോദ്യത്തിൽ ചോദിക്കുന്നത് ഏത് സമയം എന്ന് ചോദിച്ചാൽ ടൈം അല്ലേ ചോദിച്ചേ? ടൈമാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയണം. ടൈം കാണുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാ. അതെല്ലാവർക്കും അറിയാമല്ലോ. ടൈം കാണുന്ന ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡാ. എന്നാൽ അവിടെ വെച്ച് ഒരു സെന്റൻസ് കൂടെ പറയണം. ടൈം കാണുന്ന ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണെങ്കിൽ ഇതിനകത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടല്ലോ. ഡയറക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ സ്പീഡില്ല. സ്പീഡിന് പകരം ഉപയോഗിക്കേണ്ട ടൈമാണ് റിലേറ്റീവ് സ്പീഡ്. എന്നാൽ ആ ഇക്വേഷൻ ഒന്ന് മാറ്റാം. ടൈം കാണുന്ന മാർഗം ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ്. പക്ഷേ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ സെയിം ഡയറക്ഷൻ ആയാലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയാലും, ഡയറക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ സ്പീഡിന് പകരം എന്തേ കൊടുക്കാവൂ? റിലേറ്റീവ് സ്പീഡേ കൊടുക്കാവൂ. സോ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ്. ഡിസ്റ്റൻസ് ഈ ക്വസ്റ്റ്യനും ഉണ്ട്. ഒന്ന് പറഞ്ഞേ, എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം എത്ര? 15 km. സോ ഡിസ്റ്റൻസ് 15 ബൈ താഴെ എത്ര? 30. റിലേറ്റീവ് സ്പീഡ് കിട്ടിയില്ലേ? 30 കിട്ടിയില്ലേ? 15/30 കിട്ടുമ്പം എത്ര കിട്ടും? 15 15 1 30 15 2 ഇല്ലേ? km/h ആകുമ്പോൾ ടൈമിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അവർ എന്ന് കിട്ടും. സോ അരമണിക്കൂർ എന്ന് കിട്ടി എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം ഇതാ, രണ്ടുപേരും യാത്ര തുടങ്ങിയിട്ട്, രണ്ടുപേരും ഒരേ സമയത്ത് യാത്ര തുടങ്ങിയിട്ട് രണ്ടുപേരും കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് എത്ര മണിക്കൂർ എടുക്കും? അരമണിക്കൂർ എടുക്കും എന്നല്ലേ കിട്ടിയേ? അരമണിക്കൂർ.
ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞ അരമണിക്കൂർ എന്ന് പറഞ്ഞ എത്ര മിനിറ്റാ? 30 മിനിറ്റ് എന്നല്ലേ കിട്ടിയേ. സോ ഒരുമിച്ച് യാത്ര തുടങ്ങിയിട്ട് രണ്ടുപേരൂടെ കണ്ടുമുട്ടാൻ വേണ്ടി എത്ര മണിക്കൂർ എടുക്കും? അരമണിക്കൂർ എടുക്കും. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് എടുക്കും. എന്നാ അരമണിക്കൂർ കഴിഞ്ഞിട്ടാ കണ്ടുമുട്ടുന്നതെന്ന് മനസ്സിലായി. എന്നാ ഏത് സമയത്ത് ഇവർ പരസ്പരം കണ്ടുമുട്ടും എന്ന് ചോദിച്ചാൽ ഇവരെത്ര മണിക്കാണ് ഇറങ്ങി എന്ന് പറയണം. ഇവർ രണ്ടുപേരും ഇറങ്ങിയത് എത്ര മണിക്ക്? 6 AM. എന്നാ ഇങ്ങനെ പറയണം, 6 AM ഇറങ്ങിയിട്ട് രണ്ടുപേരൂടെ കണ്ടുമുട്ടാൻ എത്ര മിനിറ്റ് കൂടെ എടുക്കണം? 30 മിനിറ്റ് കൂടെ എടുക്കണം. സോ ആൻസർ 6 AM കഴിഞ്ഞിട്ട് 30 മിനിറ്റ് ആകുമ്പോൾ ആൻസർ = 6:30 AM ആണ് ഉത്തരം. 6:30 AM ആണ് ഉത്തരം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ 6:30 AM ആണ്. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം 6:30 AM ആണ്. ഒന്ന് ശ്രദ്ധിക്കണം, ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞൊരു ടേം മനസ്സിലാക്കിയിട്ട് വേണം കണക്ക് ചെയ്യേണ്ടത്. നമ്മളത് ടോപ്പിക്ക് വൈസ് ക്ലാസ് എടുക്കുമ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മൾ വരുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആ ടോപ്പിക്ക് വൈസ് ക്ലാസ് കൂടെ കാണണം. എന്നാലേ നിങ്ങൾക്ക് ബേസ് തൊട്ടായ കാര്യങ്ങളെ കിട്ടൂ. അതുകൂടെ നിങ്ങൾ കണ്ടുവരണം. അതിലിപ്പോൾ നമ്മൾ കലണ്ടറാണ് എടുക്കുന്നത്. അതിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആകുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. എന്താ റിലേറ്റീവ് സ്പീഡ്, എന്താ ആപേക്ഷിക വേഗത, സെയിം ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷനൊക്കെ പറയും. ഇപ്പം ഈ കണക്കിന് വേണ്ടി നിങ്ങളങ്ങ് പഠിക്കണം. ഡയറക്ഷൻ ഉള്ള കേസിൽ ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും, എയിൽ നിന്ന് ബിയിലോട്ടും ബിയിൽ നിന്ന് എയിലോട്ടും ഇങ്ങനെ പറയണം. ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ ഡയറക്ഷൻ ഉണ്ടേ, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഡയറക്ഷൻ ഉണ്ടെങ്കിൽ സ്പീഡിന് പകരം കൊടുക്കേണ്ട ആളാണ് റിലേറ്റീവ് സ്പീഡ്. ഒന്നുകൂടെ പഠിക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഒപ്പോ പ്ലസ്, ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും പ്ലസ് ചെയ്യണം. പ്ലസ് ചെയ്യുമ്പം അങ്ങോട്ട് പോയത് 10, ഇങ്ങോട്ട് വന്നത് 20, 20ൻ്റെ കൂടെ 10 കൂട്ടിയ 30 സ്പീഡ് കിട്ടി. പുതിയ സ്പീഡ് കിട്ടിക്കഴിഞ്ഞാൽ ടൈമാണ് ചോദിച്ചത്, എത്ര മണിക്ക് കണ്ടുമുട്ടും, ടൈം കാണുന്ന ശേഷം ഡിസ്റ്റൻസ് ബൈ സ്പീഡെന്ന് എഴുതിയിട്ട് ഒന്നുകൂടെ മാറ്റി സ്പീഡിന് പകരം അത് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയണം. കാരണം ഡയറക്ഷൻ ഉണ്ടെങ്കിൽ സ്പീഡില്ല, അത് റിലേറ്റീവ് സ്പീഡാണ്. ഓക്കെ, അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് അരമണിക്കൂർ എന്ന് കിട്ടി. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് എന്ന് കിട്ടി. എന്ന് വെച്ചാൽ രണ്ടുപേരും യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ 30 മിനിറ്റ് കഴിയുമ്പോൾ കണ്ടുമുട്ടും. എന്നാൽ ഏത് സമയത്ത് കണ്ടുമുട്ടും എന്ന് ചോദിച്ചാൽ എത്ര മണിക്കാണ് രണ്ടുപേരും യാത്ര തുടങ്ങിയേ? 6 AM. സോ 6 AM ഇറങ്ങിയിട്ട് 30 മിനിറ്റ് കൂടെ കഴിയുമ്പം ആൻസർ 6:30 AM കണ്ടുമുട്ടും എന്ന് പറയും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതാണ് ഉത്തരം. ക്ലിയർ? അപ്പോൾ നമുക്ക് നാലാമത്തെ കണക്കിലേക്ക് പോവാം. എന്താണ് ചോദ്യം? 2 മുതലുള്ള ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? അന്നേരം ശരാശരിയിലെ ചോദ്യം, ആവറേജിലെ ചോദ്യം. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. ഈ എക്സാമിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളിലൊന്നായിരുന്നു. പെട്ടെന്ന് ചെയ്യാമായിരുന്നു. പക്ഷെ ഒരു കൺഫ്യൂഷനകത്ത് വരുത്തരുത്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചോദിച്ചത്. 2 മുതലുള്ള ആദ്യത്തെ 50 ഇരട്ട സംഖ്യ. അതവിടെ നിൽക്കട്ടെ. നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ ആദ്യത്തെ ഇരട്ട സംഖ്യ എത്ര മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇരട്ട സംഖ്യ എത്ര മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇരട്ട സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മുതലല്ലേ? എന്നിട്ട് പിന്നെ എടുത്ത് 2 മുതലെന്ന് പറയേണ്ട കാര്യമില്ല. ഇതിൻ്റെ ആവശ്യം നമുക്കില്ല, ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം ഇരട്ട സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 തൊട്ടല്ലേ? 1 തൊട്ടാണ് ഇരട്ട സംഖ്യ. ഇരട്ട സംഖ്യ ആദ്യത്തെ ഇരട്ട സംഖ്യ 2. അന്നേരം ഇരട്ട സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 തൊട്ടാണ്. അന്നേരം 2 മുതലുള്ള അന്നേരം ആദ്യത്തെ തന്നെയാണ്. അത് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ 2 മുതൽ തന്നെയാണ് ആദ്യത്തെ. അന്നേരം അത് ക്ലിയർ ആണ്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ അത് 2 തൊട്ടായിരിക്കും. കാരണം ആദ്യത്തെ ഇരട്ട സംഖ്യ 2 അല്ലേ? എടുത്ത് പറയേണ്ട കാര്യമില്ല. 2 മുതലുള്ള ഒന്നുകൂടെ ഒന്ന് തെളിച്ച് പറഞ്ഞതേ ഉള്ളൂ. 2 മുതലുള്ള ഡൗട്ടൊന്നും ഉണ്ടാവരുത്. 2 മുതൽ എന്ന് പറയുമ്പം തുടക്കം മുതലേ ഉണ്ട്. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി. ചോദ്യം ഇതാണ്. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് ചോദ്യം. ആദ്യത്തെ അല്ലേ? തുടക്കത്തിലേ അല്ലേ? ആദ്യത്തെയാണ്. ഇടയ്ക്കെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ മാറ്റി പറയും. പക്ഷേ ഇടയ്ക്കെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ശരാശരി കണ്ടുപിടിക്കുന്ന പോലെ ചെയ്യാം. പക്ഷേ ആദ്യത്തെ എന്നുണ്ടെങ്കിൽ, ആദ്യത്തെ എന്നുണ്ടല്ലോ, 2 മുതലെന്ന് പറഞ്ഞു, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയണം? ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണുന്ന മാർഗമാണ് n+1. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണുന്ന മാർഗമാണ് n+1 എന്ന് വെച്ചാൽ 1 കൂട്ടി വെച്ചാൽ മതി. n+1 എന്ന് പറഞ്ഞാൽ 1 കൂട്ടണം. സോ ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി ആണെങ്കിൽ ആൻസർ n+1 എന്ന് പറഞ്ഞാൽ 50+1 എന്ന് പറഞ്ഞാൽ 51 ഉത്തരം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അതാണ്ട് ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ 51 ഉത്തരം. ഇക്വേഷൻ പഠിച്ചാൽ മതി. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി 2 മുതലായിരിക്കും ആദ്യത്തെ എന്ന് പറഞ്ഞു. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണുന്ന മാർഗം എന്താ? n+1.
എന്ന 2 ഇക്വേഷൻസ് കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് അതുകൂടെ ഒന്ന് ഉപകാരപ്പെടും. ആദ്യത്തെ ആയിരിക്കണേ, തുടക്കം മുതലായിരിക്കണേ. അതുകൂടെ നോക്കിക്കോണേ. തുടക്കം മുതലുള്ള എണ്ണൽ സംഖ്യകളുടെ എണ്ണം തരണം. ഇപ്പം ആദ്യത്തെ 50 എണ്ണം എന്ന് പറഞ്ഞില്ലേ, ഇരട്ട സംഖ്യകളുടെ എണ്ണം ആദ്യത്തെ 50 എന്ന് പറയുന്നത് പോലെ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണുന്ന മാർഗമാണ് n+1/2. അതുപോലെ ഒറ്റ സംഖ്യകളുടെ ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണുന്ന മാർഗമാണ് n. ഇത് 3 നിങ്ങൾ പഠിക്കണം. ആദ്യത്തെ എണ്ണം ഉണ്ടെങ്കിൽ ആദ്യത്തെ എണ്ണം ഉണ്ട് 50 എണ്ണം, 20 എണ്ണം, 40 എണ്ണം അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞോ, ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണെങ്കിൽ n+1/2, ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണെങ്കിൽ n, ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണെങ്കിൽ n+1. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി ആയതുകൊണ്ട് ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ ശരാശരി n+1. സോ 50+1 = 51. ഓപ്ഷൻ സി ആണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം നമ്പറുമായിട്ട് ബന്ധപ്പെട്ട, സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. 1100 ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാൽ ഒരു പൂർണ്ണവർഗ സംഖ്യ കിട്ടും? ഒരു പൂർണ്ണവർഗം, ഒരു പെർഫെക്റ്റ് സ്ക്വയർ. പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും അല്ലേ? 1100 ഏത് ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 4 നമ്പറുണ്ട്. അതിനകത്ത് ഏത് കൂട്ടിയ ഒരു പൂർണ്ണവർഗ സംഖ്യ കിട്ടുമെന്ന് പറഞ്ഞാലേ ഇതിന് പ്രത്യേകിച്ച് ഒരു എളുപ്പമാർഗമൊന്നുമില്ല. ഇത് നിങ്ങളൊരു സ്ക്വയർ അങ്ങ് എടുത്ത് ചെയ്താൽ മതി. നിങ്ങളുടെ ഒരു ഊഹത്തിനെ ഇപ്പം 1100 ഏത് സംഖ്യ കൂട്ടിയ, ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുമെന്നല്ലേ ചോദിച്ചേ, ഒരു പൂർണ്ണവർഗം കിട്ടുമെന്നല്ലേ ചോദിച്ചത്. അത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് അസ്യൂം ചെയ്ത് നോക്കണം. 1100 അടുത്തേക്കുന്ന ഒരു സ്ക്വയർ അങ്ങ് ആലോചിച്ച് നോക്കണം. അത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. 30ന്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാം അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ 30ന്റെ സ്ക്വയർ? ഒന്ന് പറഞ്ഞാൽ 30ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 900. 30ന്റെ സ്ക്വയർ 900 ആണെങ്കിൽ 31ന്റെ സ്ക്വയർ അത് ഇതിൻ്റെ അടുത്ത് വരും, 900ന്റെ അടുത്ത് വരും. ഒരു 900 സംതിങ് വരും, 961 കിട്ടും. അതൊന്നും വേണ്ട, അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. 30ന്റെ സ്ക്വയർ 900 ആണ്. എന്നാൽ 31ന്റെ സ്ക്വയർ 900ന്റെ അടുത്ത് വരും. ഇപ്പോൾ 1100 വരണ്ടേ? എന്നാൽ ഒരു 32ന്റെ സ്ക്വയർ എന്നാൽ ഒരു 1000 കഴിഞ്ഞിട്ട് വരും. ഏകദേശം ചുമ്മാ അങ്ങ് ആലോചിക്കാൻ വേണ്ടി പറയുന്നതാണ്, വെറുതെ പറയുന്നതാണ്. ചുമ്മാ ഇങ്ങനെ അങ്ങ് ആലോചിച്ച് നോക്കണം. 30ന്റെ സ്ക്വയർ 900 ആണെങ്കിൽ 31ന്റെ സ്ക്വയർ 900 സംതിങ് ആയിരിക്കും. കാരണം 32ന്റെ സ്ക്വയർ 1000 കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. എന്നാൽ പിന്നെ 33ന്റെ സ്ക്വയർ ചിലപ്പോൾ 1100 അതിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അത് കഴിഞ്ഞോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ടാകും. നമുക്ക് നോക്കാം. അന്നേരം വേണമെങ്കിൽ നമുക്കതങ്ങ് ചെയ്യാം. 33ന്റെ സ്ക്വയർ ചെയ്യാം. 33ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 33 × 31. നമുക്ക് ആലോചിക്കേണ്ട, അങ്ങ് ചെയ്യാം. 33ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 33നെ കൊണ്ട് 33 ഗുണിച്ചാൽ 3നെ കൊണ്ട് 3 ഗുണിച്ചാൽ 9, 3നെ കൊണ്ട് 3 ഗുണിച്ചാൽ 9. ഇവിടെ അതുപോലെ 3നെ കൊണ്ട് 3 ഗുണിച്ചപ്പോൾ 9, 3നെ കൊണ്ട് 3 ഗുണിച്ചപ്പോൾ 9. അത് കൂട്ടി പറയുമ്പോൾ 9. 9ൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ 18ൻ്റെ 8, ബാലൻസ് 1, 9 1 10. എത്രയായിട്ടുള്ളത്? 1089 ആയിട്ടുള്ളത്. നമുക്ക് 1100. 1100ൻ്റെ കൂടെ എത്ര കൂട്ടണം എന്ന് ചോദിച്ചേക്കുന്നത്. 33 ആകുമ്പോൾ 1089 ആയുള്ളത്. സോ അന്നേരം ഉറപ്പായി ഇത് 1089 ആകുമ്പോൾ അടുത്ത 34 എടുക്കുമ്പോൾ എന്തായാലും ശരി ഇതിനെക്കാട്ടി മേളിൽ പോകും. 1089 ആയില്ലേ? ഒരു 1100നെക്കാട്ടി മേളിൽ പോകണമെങ്കിൽ നമുക്ക് 34 എടുക്കാം. എന്നാൽ 34ൻ്റെ സ്ക്വയർ അങ്ങ് എടുക്കാം. 34ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 34 × 34. സോ 4 × 4 എന്ന് പറഞ്ഞാൽ 16ൻ്റെ 6, ബാലൻസ് അവിടെ 1 കൊടുക്കണം അല്ലേ? 4 × 3 എന്ന് പറഞ്ഞാൽ 12, 12ൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 13. അത് കിട്ടി. ഇനി 3നെ കൊണ്ട് 1 ഗുണിക്കണം. 3 × 4 എന്ന് പറഞ്ഞാൽ 12ൻ്റെ 2, ബാലൻസ് അവിടെ 1 ഉണ്ട്. 3 × 3 എന്ന് പറഞ്ഞാൽ 9, 9 1 10 കൂടെ കൊടുത്ത് ശരിയല്ലേ? ഇനി അത് കൂട്ടി പറയുമ്പം 6, 3 2 5, 1 1 എത്ര കിട്ടി? 1156. ഒരു കാര്യം മനസ്സിലായി, 1100നോട് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാൽ ഒരു പൂർണ്ണവർഗ സംഖ്യ ലഭിക്കുന്നല്ലേ ചോദിച്ചേ. എങ്ങനെ നോക്കിയേ? 1100 കഴിഞ്ഞാൽ പിന്നെ വരുന്ന പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ ഏതാ? 1156 എന്ന് മനസ്സിലായി. 1100 കഴിഞ്ഞാൽ പിന്നെ വരുന്ന പൂർണ്ണവർഗം എത്ര? 1156. ഇനി എന്തോ ചോദ്യം ചോദിച്ചത്? കാരണം 33ൻ്റെ 1089, അത് കഴിഞ്ഞാൽ വരുന്ന 34ൻ്റെ വർഗമല്ലേ 1156. ഇനി നമുക്ക് പറയാം 1100ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുമെന്ന് വെച്ചാൽ പെർഫെക്റ്റ് സ്ക്വയർ 1156. സോ 1100ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 1156 എന്ന് ചോദിച്ചാൽ താണ്ടെ ഓപ്ഷൻസിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ ഏതാ? 56 അല്ലേ? അങ്ങനെയല്ലേ കിട്ടണ്ടേ? 1100ൻ്റെ കൂടെ 56 കൂട്ടിയാലല്ലേ അടുത്ത പൂർണ്ണവർഗമായിട്ടുള്ള 1156 കിട്ടും. അങ്ങനെയല്ലേ പറയണ്ടേ? 1100ൻ്റെ കൂടെ
ഓപ്ഷൻസിനകത്ത് 56 കൂട്ടിയാലല്ലേ അടുത്ത പൂർണ്ണവർഗമായിട്ടുള്ള 1156 കിട്ടും. സോ നമ്മുടെ ഓപ്ഷൻ, നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള 56 ആണ്. കാരണം ഇതിൽ മറ്റു മാർഗ്ഗങ്ങളൊന്നും ആലോചിക്കേണ്ട. അല്ലാതെയൊക്കെ നമുക്ക് ഒറ്റ സംഖ്യയിൽ ഡിഫറൻസ് വെച്ചിട്ട് ഇങ്ങനെ സ്ക്വയർ കൂട്ടി പോവാം. പക്ഷെ അതിനെക്കാട്ടി എളുപ്പം ഇതങ്ങ് ചെയ്യുന്നതാണ്. നമ്മൾ എക്സാമിന് അങ്ങനെ ചെയ്യൂ, പ്രാക്ടിക്കൽ സൈഡ് അതല്ലേ. അങ്ങനെ 30ൻ്റെ അടുത്തേക്കുന്നത് 31, 32, 33, 34 എഴുതുമ്പോൾ നമുക്ക് 1156 കിട്ടും. 1156 കിട്ടിക്കഴിഞ്ഞാൽ 1100 ഉണ്ട്. 1100 നിന്ന് 1156 കിട്ടാൻ വേണ്ടി ഒരു 56 കൂട്ടണം. ഓപ്ഷൻ നോക്കുമ്പോൾ 56 ഉണ്ട്. സോ അത് ക്ലിയർ ആയി. അത്രയും ചെയ്യാം. ക്ലിയർ. നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം. 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അതൊരു ശ്രേണിയുടെ ചോദ്യമായിരുന്നു. അടുത്ത പദമേതെന്നുള്ള ഒരു ശ്രേണിയുടെ ചോദ്യമായിരുന്നു. ചിലർക്കെങ്കിലും ഈ ശ്രേണി കാണുമ്പോൾ പെട്ടെന്ന് ഉത്തരം മനസ്സിൽ വരും. ഇത് ഈ ശ്രേണിയുടെ പ്രത്യേകതയാണ്. പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നൊരു ചോദ്യമാണ്, ഒരു സ്ഥിരം ചോദ്യമാണ്. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇൻ സീരീസ്. ഒരു സീരീസിൻ്റെ ക്വസ്റ്റ്യൻസിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കണക്കിനകത്ത് ഒന്നാണ്. ഓക്കെ, അതിലേക്ക് വരാം. ഇത് ചെയ്യാം, ഇത് നിങ്ങൾക്ക് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയും. നിങ്ങൾ അത് ഒന്ന് പഠിക്കണം, അതൊന്ന് പഠിച്ച് എന്നെ കേൾപ്പിക്കണം. അത് കേൾപ്പിച്ചാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഉത്തരം എഴുതാം. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അത് ക്യൂബാണ്. സംഖ്യകളുടെ ക്യൂബ് നമുക്ക് പഠിക്കണം. നമ്പേഴ്സിൻ്റെ ക്യൂബ് എല്ലാവരും പഠിക്കണം. ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ സംഖ്യയും 3 തവണ ഗുണിക്കണം. 1ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 × 1 × 1 ഇസ് ഈക്വൽ ടു 1. 2ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 × 2 × 2 ഇസ് ഈക്വൽ ടു 8. 3ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 × 3 × 3 എന്ന് പറഞ്ഞാൽ 27. 4ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 64. 5ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 125. 6ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 216. ഇത്രയും ക്യൂബ് അറിയാമെങ്കിൽ ഈ കണക്ക് നമുക്ക് ചെയ്യാം. 6ൻ്റെ ക്യൂബ് 216. ഇത്രയും ക്യൂബ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ കണക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെയാണ്. നിങ്ങൾ ഈ ഓരോ സംഖ്യയും നോക്കണം. അതിനു മുമ്പ് നിങ്ങളുടെ ക്യൂബ് നിങ്ങൾ പഠിക്കണം. എന്നിട്ട് നിങ്ങൾ പറയണം, 1ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1. ഇവിടെ എഴുതിയിരിക്കുന്ന 0. ഇങ്ങനെ പറയണം. 1ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1. 1 നിന്ന് 0 കിട്ടാൻ വേണ്ടി 1 കുറയ്ക്കണം. പറയാമല്ലോ, 1ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1. 1 നിന്ന് 0 കിട്ടാൻ വേണ്ടി 1 കുറയ്ക്കണം. എന്നിട്ട് 7 കാണുമ്പോൾ പറയണം, 7ൻ്റെ അടുത്തേക്കുന്ന ക്യൂബ് എന്ന് പറഞ്ഞാൽ 2ൻ്റെ ക്യൂബാണ്. 2ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8. 8 നിന്ന് 7 കിട്ടാൻ വേണ്ടി 1 കുറയ്ക്കണം. 2ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8. 8 നിന്ന് 1 കുറച്ചാൽ 7 കിട്ടും. എന്നാൽ അടുത്ത് 26 കാണുമ്പോൾ പറയണം, 26ൻ്റെ അടുത്തേക്കുന്ന ക്യൂബ് എന്ന് പറഞ്ഞാൽ 3ൻ്റെ ക്യൂബാണ്. സോ 3ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 27. 27 നിന്ന് 26 കിട്ടാൻ വേണ്ടി 1 കുറയ്ക്കണം. 27 നിന്ന് 1 കുറച്ചാൽ 26. എടാ, ഇതിപ്പം ക്ലിയർ ആയോ? ഇതിപ്പോൾ എല്ലാവർക്കും ഓക്കെ ആണ്. ഒന്ന് പറഞ്ഞേ. 1ൻ്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ച്, 2ൻ്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ച്, 3ൻ്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ച്. എന്നാൽ നിങ്ങൾ പറ, അടുത്ത് എന്തുമായിരിക്കും? ഇങ്ങനെയുള്ള പോക്കാണെങ്കിൽ ഇയാളിത് എങ്ങോട്ടാ പോകുന്നത്? ഇവനിത് എങ്ങോട്ടാ പോകുന്നത്? 1ൻ്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ച്, 2ൻ്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ച്, 3ൻ്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചാൽ അടുത്ത് എന്തായിരിക്കണം? 4ൻ്റെ ക്യൂബിൽ നിന്ന് 1 അല്ലേ കുറയ്ക്കണ്ടേ? എന്നാ പറ, 4ൻ്റെ ക്യൂബ് എത്ര? 64. 1 കുറച്ച എത്ര? 63. ക്ലിയർ. എന്നാൽ അടുത്ത ഒന്ന് പറഞ്ഞ്, ഈ പറഞ്ഞതുപോലെ ആണെങ്കിൽ അടുത്ത എന്തായിരിക്കണം? 5ൻ്റെ ക്യൂബിൽ നിന്നും 1 കുറയ്ക്കണം. എന്നാൽ 5ൻ്റെ ക്യൂബ് എത്ര? 125. 1 കുറച്ച എത്ര? 124. കഴിഞ്ഞു, കഥ കഴിഞ്ഞു. എന്നാൽ ഇനി നിങ്ങൾ ഉത്തരം പറയും, അടുത്ത് എന്തായിരിക്കണം? എല്ലാ ക്യൂബിൽ നിന്നും 1 കുറയ്ക്കുവാണെങ്കിൽ അടുത്ത് എന്തായിരിക്കണം? 6ൻ്റെ ക്യൂബിൽ നിന്നും 1 കുറയ്ക്കും. സോ 6ൻ്റെ ക്യൂബ് എത്ര? 216. 216 നിന്ന് 1 കുറച്ചാൽ എത്ര കിട്ടും? 215. അങ്ങ് ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. അത് എന്നായിരിക്കും ഉത്തരം? പറഞ്ഞേ. 6ൻ്റെ ക്യൂബ് 216 നിന്ന് 1 കുറച്ച് 215 ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടി. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 215 ഉത്തരം. ക്യൂബ് പഠിക്കണം, എല്ലാവരും ക്യൂബ് പഠിക്കണം. ക്യൂബ് പഠിച്ചു വെച്ചേക്കണം. ക്യൂബിൽ നിന്ന് നിങ്ങൾക്കൊരു കണക്ക് കിട്ടുമെന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ക്ലിയർ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇതൊരു ക്ലോക്കിൻ്റെ ചോദ്യം, സ്ഥിരം ചോദ്യം. നമ്മളെല്ലാ റിവിഷൻസിനകത്ത് ഉൾപ്പെടുത്തിയൊരു ചോദ്യമായിരുന്നു. CPOയുടെ റിവിഷൻ ചെയ്തപ്പോഴും ASMൻ്റെ റിവിഷൻ ചെയ്തപ്പോഴും ഒക്കെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയായിരുന്നു. ഒരു ക്ലോക്കിലെ സമയം 8:20 ആയാൽ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ അളവെത്ര, ഡിഗ്രി അളവെത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിക്കേണ്ട ഇതാണ്. ക്ലോക്കിലെ സമയം എന്ന് പറഞ്ഞാൽ 8:20 ആണെങ്കിൽ നമുക്കത് ക്ലോക്കിൻ്റെ ലോജിക്ക് വെച്ച് പറയുന്ന രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ടോപ്പിക് എടുക്കുമ്പോൾ പറയാം. എക്സാമിന് വേണ്ടി പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ഇത്രയേ ചെയ്യൂ. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള ഡിഗ്രി അളവ് കാണുന്നതിൻ്റെ ഇക്വേഷൻ ഇതാണ്. 30h - 11/2m
ഇതറിയാത്തവരെല്ലാം ഇതങ്ങ് പഠിച്ചു വെച്ചേക്കണം. കാരണം ഇത്രയ്ക്കധികം ഉറപ്പുള്ള ഒരു മാർക്ക് നമ്മുടെ മാത്സിനകത്ത് വേറെ കാണില്ല. ഏറ്റവും കൂടുതൽ എക്സാമുകൾക്ക് ചോദിച്ച ചോദ്യം ക്ലോക്ക് ഉണ്ടെങ്കിൽ ക്ലോക്കിനകത്ത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള ഡിഗ്രി അളവ്. സമയം 8:20 ആണെങ്കിൽ ആ ഡിഗ്രി അളവ് കാണുന്ന ഇക്വേഷനാണ് 30h മൈനസ് 11/2m. എച്ച് എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡും എം എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഹാൻഡും. സോ 30h എന്ന് പറഞ്ഞാൽ 30 × h, എച്ചിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ മണിക്കൂർ 8 എന്ന് കൊടുക്കണം, മൈനസ് 11/2 × എമ്മിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ മിനിറ്റ് എന്ന് പറഞ്ഞാൽ 20 എന്നും കൊടുക്കണം. എന്നിട്ട് 30നെ കൊണ്ട് 8 ഗുണിച്ചിട്ട് 3 × 8 24 എന്ന് പറഞ്ഞിട്ട് ആ 0 കൊടുക്കുമ്പോൾ 240. ആ സൈൻ മൈനസ് കൊടുത്തിട്ട് 2നെ 20നെയും വെട്ടിയിട്ട് 2 × 2 ഒരെണ്ണം, 20 × 2 10 എണ്ണം എന്ന് പറയണം. സോ മുകളിലുള്ള 11നെ കൊണ്ട് 10 ഗുണിച്ചിട്ട് 11 × 10 110. 240 നിന്നും 110 കുറയ്ക്കണം. 240 നിന്ന് 110 കുറച്ചാൽ എത്ര കിട്ടും? 130 കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിക്കോണം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ഉത്തരം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ 130 ഉത്തരം. ക്ലിയർ ആണ്. ഇത്രയുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. ഇതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. മോസ്റ്റ് കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയുള്ള ക്ലോക്കിൽ ഡിഗ്രി അളവ്, മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് കാണുന്ന ഡിഗ്രി അളവ് കാണുന്ന ഇക്വേഷനാണ് 30h മൈനസ് 11/2m. ക്ലിയർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒരു കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൻ്റെ കോഡിങ്ങിൻ്റെ ചോദ്യമാണ്. കിങ്ങിൻ്റെ കോഡ് GEJC ആയാൽ ലോഡിൻ്റെ കോഡാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. കോഡിങ്ങിൽ എപ്പോഴും ഞാൻ പറയുന്നതാണ്, കോഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലിട്ട് ഒരു കണക്കും ചെയ്യരുത്. അതൊരിക്കലും കണക്കിന് നല്ലതല്ല. നിങ്ങൾക്ക് തെറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കോഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലെറ്റേഴ്സ് എഴുതി വെക്കണം. A തൊട്ട് Z വരെ എഴുതിയിട്ട് അത് എഴുതുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ 13 ഇങ്ങോട്ട് എഴുതണം, 14 തൊട്ട് ഇങ്ങോട്ട് എഴുതണം. എന്ന് വെച്ചാൽ M വരെ അങ്ങോട്ട് എഴുതുക, N തൊട്ട് തിരിച്ചെഴുതുക, അങ്ങനെ എഴുതുക. എന്നിട്ട് 1, 2, 3, 4 എന്നും പറഞ്ഞ് 26 വരെ നമ്പറൂടെ കൊടുത്തിട്ടേക്കുക. A1, B2, C3 ഇതാദ്യം കൊടുത്തിട്ടേക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാവൂ. എന്നാൽ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ എഴുതി വെച്ചു, ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. പറ, കിങ്ങിൻ്റെ കോഡ്. കിങ്ങിൻ്റെ കോഡ് എപ്പോഴും മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ താപ്പോട്ട് മാർക്ക് ചെയ്യണം. കിങ്ങിൻ്റെ കോഡ് കറസ്പോണ്ടിങ് ആയിട്ട് GEJC എപ്പോഴും ഇങ്ങനെ താഴെ നേർക്ക് നേരെ മാർക്ക് ചെയ്യണം, അല്ലേ? ഇതാണ് തരുന്നത്. എന്നാൽ നമുക്ക് ഇവരുടെ എല്ലാവരുടെയും വില കൊടുക്കാം. കിങ്ങിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ കേട വില എത്ര? K = 11. Kക്ക് വരാൻ 11. അടുത്ത I ആണ്. Iക്ക് വരെ Iയുടെ വില എത്ര? Iയുടെ വില എന്ന് പറഞ്ഞാൽ 9. Iയുടെ വില 9 മാർക്ക് ചെയ്തു. അടുത്ത N ആണ്. Nൻ്റെ വില എത്ര? 14. Nൻ്റെ വില എന്ന് പറഞ്ഞാൽ 14 മാർക്ക് ചെയ്തു. അടുത്ത G ആണ്. Gയുടെ വില എന്ന് പറഞ്ഞാൽ 7. അത് മാർക്ക് ചെയ്തു. വിലയൊക്കെ എഴുതി വെച്ചു. ഇനി GEJCയുടെ വില പറയാം. ജിയുടെ വില എന്ന് പറഞ്ഞാൽ 7. അടുത്ത E ആണ്. Eയുടെ വില എന്ന് പറഞ്ഞാൽ 5. അടുത്ത J ആണ്. Jയുടെ വില എന്ന് പറഞ്ഞാൽ ഇതാണ്ട് Jയുടെ വില എന്ന് പറഞ്ഞാൽ 10. അടുത്ത സിയുടെ വില എന്ന് പറഞ്ഞാൽ 3. നിങ്ങൾ വിലയൊക്കെ എഴുതി വെക്കണം. എന്നിട്ട് നിങ്ങൾ വാല്യൂസ് ഒന്ന് നോക്കണം. എന്തെങ്കിലും ബന്ധമുണ്ടോ? വില വെച്ച് നോക്കിയാൽ മതി. ലെറ്റർ വെച്ച് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ലെറ്റർ വെച്ച് വേണമെങ്കിൽ നോക്കാം. ഇത്ര മുമ്പോട്ട് ഇത്ര പുറകോട്ടെന്നൊക്കെ നോക്കാം. അതും ഒരു മാർഗ്ഗമാണ്. നമ്പർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ഇത്തിരിയുടെ കണക്ഷൻ കിട്ടും. ഒന്ന് നോക്കിക്കോ. ഇവിടെ 11, അതാണ്ട് ഇവിടെ ഫസ്റ്റ് ഇവിടെ 11, ഇവിടെ 11 ആകുമ്പോൾ ഇവിടെ 7, 11 ആകുമ്പോൾ 7. അടുത്ത ഇവിടെ 9 ആകുമ്പോൾ ഇവിടെ 5, അടുത്ത ഇവിടെ 14 ആകുമ്പോൾ അതാണ്ട് ഇവിടെ 10, ഇവിടെ 7 ആകുമ്പോൾ ഇവിടെ 3. ഒന്ന് നോക്കിയേ. 11 നിന്ന് 7 കിട്ടുമെന്ന് പറഞ്ഞാൽ 11 നിന്ന് 4 കുറച്ചാൽ 7 അല്ലേ? 11 നിന്ന് 4 കുറച്ചാലല്ലേ 7 കിട്ടണ്ടേ? അതുപോലെ 9 നിന്ന് 5 കിട്ടുമെന്ന് പറഞ്ഞാൽ 9 നിന്ന് 4 കുറച്ചാൽ 5. ഇവിടെ 14 നിന്ന് 10 കിട്ടാൻ വേണ്ടിയിട്ടും 4 കുറച്ചാൽ മതി. 7 നിന്ന് 3 കിട്ടാൻ വേണ്ടിയിട്ടും 4 കുറച്ചാൽ മതി. സോ ഒരു കാര്യം മനസ്സിലാക്കാം. എല്ലാ ലെറ്ററും നമുക്ക് 4 കുറച്ചാൽ പോരെ, 4 കുറച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നേരെ നമുക്ക് ആൻസറിലേക്ക് പോകാം. പറ, ലോഡല്ലേ വേണ്ടേ? ലോഡിൻ്റെ വില വേണമെങ്കിൽ അതേപോലെ ലോഡ് പറയാം. പിന്നെ നമുക്ക് 4 കുറച്ച് പറയാം. 11 നിന്ന് 4 കുറച്ചപ്പോൾ 7, 9 നിന്ന് 4 കുറച്ചപ്പോൾ 5, 14 നിന്ന് 4 കുറച്ചപ്പോൾ 10, 7 നിന്ന് 4 കുറച്ചപ്പോൾ 3. അതുപോലെ നമുക്ക് പറയാം. അന്നേരം ആദ്യം ലോഡ് പറയാം. ലോഡാകുമ്പോൾ അത് L എത്ര? L എന്ന് പറഞ്ഞാൽ 12. L 12. അടുത്ത O എത്ര? O എന്ന് പറഞ്ഞാൽ 15. അടുത്ത R എത്ര? R എന്ന് പറഞ്ഞാൽ 18. ഇത് സ്പീഡിയും എഴുതിക്കോണം കേട്ടോ. നമ്മളൊരിത്തിരി പയ്യെ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ സ്പീഡിയും എഴുതിക്കോണം.
ഓക്കെ 18. അടുത്ത ഏതാ? ഡി ആണ്. ഡിയുടെ വില എന്ന് പറഞ്ഞാൽ എത്ര? 4. ശരിയല്ലേ? ഓക്കെ, എല്ലാം കിട്ടിയല്ലോ. ഇനി നമുക്ക് 4 കുറച്ച് കഴിഞ്ഞാൽ മതി. എല്ലായിടത്തും 4 കുറച്ചേ. എന്നാൽ ആദ്യം എത്ര? എല്ലിൻ്റെ വില 12 4 കുറയ്ക്കണം. പറഞ്ഞോ, 12 4 കുറച്ചാൽ 8 കിട്ടും. 8 കിട്ടുമ്പോൾ 8ാമത്തെ ലെറ്റർ നോക്കണം. എച്ച്. ഓപ്ഷനൂടെ നോക്കിക്കോണേ. ഓപ്ഷൻ നോക്കുമ്പോൾ എച്ച്, എല്ലാ ഓപ്ഷനും തുടങ്ങുന്ന എച്ച് അല്ല. അന്നേരം നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. എച്ച് തുടങ്ങി. അടുത്ത ഓടെ വില 15. അന്നേരം 15 4 കുറയ്ക്കാം. പറഞ്ഞോ, 15 4 കുറച്ചാൽ എത്ര കിട്ടും? 11 കിട്ടും. സോ 11ാമത്തെ ലെറ്റർ പറ. 11ാമത്തെ ഏതാ? കെ. എച്ച് കഴിഞ്ഞാൽ കെ. എച്ച് കഴിഞ്ഞാൽ കെ ആകുമ്പം ഓപ്ഷൻ നോക്കിയേ. എച്ച് കഴിഞ്ഞാൽ എല്ല്, അന്നേരം അത് വേണ്ട, അത് തെറ്റാണ്. അടുത്ത എച്ച് കഴിഞ്ഞാൽ 6, അതും വേണ്ട. അടുത്ത ഏതാ? എച്ച് കഴിഞ്ഞാൽ കെ. എച്ച് കഴിഞ്ഞാൽ കെ ആകുമ്പോൾ അത് വേണം. ഇത് എച്ച് കഴിഞ്ഞാൽ ഇസെറ്റ്. അന്നേരം ഇനി ചെയ്യണ്ട. എച്ച് കഴിഞ്ഞാൽ കെ വരുന്ന ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ. അന്നേരം എച്ച് കഴിഞ്ഞാൽ കെ കിട്ടി. സോ ആൻസർ ഇസ് ഈക്വൽ ടു HKNZ എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് മനസ്സിലായി. ക്ലിയർ ആയേ? അത്രയേ ഉള്ളൂ. അങ്ങനെ എക്സാമിൽ എഴുതി പോകണം. ഇനി പ്രൂവ് ചെയ്യാൻ നിൽക്കരുത്. ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇവിടെ 18. അന്നേരം 18 4 കുറച്ച് കഴിഞ്ഞാൽ 14 കിട്ടും. 14 കിട്ടും എന്ന് പറഞ്ഞാൽ 14ാമത്തെ ലെറ്റർ. 14ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഏതാ? എന്ന. അതാണ്ട് ഇവിടെ എച്ചും കെയും കഴിഞ്ഞാൽ പിന്നെ എന്ന ആണേ. ഓക്കെ, അടുത്ത ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ 4. 4 4 കുറച്ചാൽ 0. 0 എന്ന് പറഞ്ഞാൽ A1. A1 ആണെങ്കിൽ 0 എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പുള്ളതാണ്. അന്നേരം എക്ക് തൊട്ട് മുമ്പാകുമ്പോൾ തിരിച്ചിവിടെ വരണം. സൈക്കിളായിട്ട് ഇങ്ങനെ വരണം. A1 അല്ലേ? 0 എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പുള്ള എന്ന് പറഞ്ഞാൽ ഇത് എടുക്കണം. അന്നേരം ഇസഡ് ആണ് 0 ആയിട്ട് എടുക്കേണ്ടത്. സോ ലാസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇസഡ് ആണ്. അന്നേരം ആൻസർ ഇസ് ഈക്വൽ ടു HKNZ. അതൊന്നും ചെയ്യണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എച്ചും കെയും കിട്ടുമ്പോൾ തന്നെ ഉത്തരവായി. കാരണം എച്ചും കെ തുടങ്ങുന്ന വേറെ ഓപ്ഷൻ ഇല്ല. സോ ആൻസർ ഇസ് ഈക്വൽ ടു ഓപ്ഷൻ സി ആയിരിക്കും ഉത്തരം. ക്ലിയർ? നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 9, 9ാമത്തെ ചോദ്യം. അതൊരു ഡയറക്ഷൻ്റെ ചോദ്യമാണ്. ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്നും കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിച്ചു. എന്നിട്ട് വടക്കോട്ട് 3 കിലോമീറ്ററും ഞാനത് അടുപ്പിച്ചടുപ്പിച്ച് എഴുതിയിരിക്കുകയാണ്. പിന്നെ പടിഞ്ഞാറോട്ട് 1 കിലോമീറ്ററും സഞ്ചരിച്ച് ബിയിലെത്തുന്നു. എന്നാൽ എയിൽ നിന്നും ബിയിലേക്കുള്ള അകലം ചോദിച്ചാൽ ഡയറക്ഷൻ പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾക്ക് ഡയറക്ഷനൊക്കെ അറിയണം. തെക്കേതാ, വടക്കേതാ, കിഴക്കേതാ, പടിഞ്ഞാറേതാ അറിയണം. തെക്കെന്ന് പറഞ്ഞാൽ താപ്പോട്ട് അല്ലേ? വടക്കെന്ന് പറഞ്ഞാൽ മേലോട്ട്, കിഴക്കെന്ന് പറഞ്ഞാൽ വലത്തോട്ടും, പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ ഇടത്തോട്ടും. സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഇതറിയണം. ഇതാണ് ഡയറക്ഷൻ അല്ലേ? ഇങ്ങനെയാണ് ഡയറക്ഷൻ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആദ്യം ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്നും നമുക്ക് ആ സ്ഥലം വരയ്ക്കാം. ഇതാണ് സ്ഥലം, എ എന്ന സ്ഥലം. എ എന്ന സ്ഥലത്ത് നിന്നും നേരെ കിഴക്കോട്ട് 5 കിലോമീറ്റർ. കിഴക്കോട്ടാകുമ്പോൾ വലത്തോട്ട്. അതാണ്ടേ എയിൽ നിന്നും കിഴക്കോട്ട് പോയത് 5 കിലോമീറ്റർ. അന്നേരം ഇങ്ങോട്ട് 5 കിലോമീറ്റർ വരയ്ക്കാം. കിഴക്കോട്ട് 5 കിലോമീറ്റർ വരച്ചു. 5 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വടക്കോട്ട് 3 കിലോമീറ്ററും പിന്നെ പോയത് വടക്കോട്ടെന്ന് പറഞ്ഞാൽ മേളിലോട്ട്. അതാണ്ടേ വടക്കോട്ട് പോയ എത്ര കിലോമീറ്ററാണ്? 3 കിലോമീറ്റർ. അതായത് 3 ആകുമ്പോൾ അത്രയും വരയ്ക്കണ്ട, കുറച്ച് വരച്ചാൽ മതി. വടക്കോട്ട് പോയത് 3 കിലോമീറ്ററും പിന്നെ എങ്ങോട്ട് പോയേ? പടിഞ്ഞാറോട്ട് 1 കിലോമീറ്റർ. പടിഞ്ഞാറോട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് ഇടത്തോട്ട് പോയി. പടിഞ്ഞാറോട്ട് പോയിട്ട് എത്ര കിലോമീറ്ററാണ് പോയത്? 1 കിലോമീറ്റർ. അത്ര 1 വരച്ചാൽ മതി. 1 കിലോമീറ്റർ സഞ്ചരിച്ചു. എവിടെ എത്തിച്ചേരും? ബിയിലെത്തിച്ചേരും. ഓക്കെ, ഇത്രയും സഞ്ചരിച്ച് ഇയാൾ ബിയിലെത്തിച്ചേർന്നു. എന്നാൽ എയിൽ നിന്നും ബിയിലേക്കുള്ള അകലം, എയിൽ നിന്നും ബിയിലേക്കുള്ള അകലം എന്ന് പറഞ്ഞാൽ ഇതാണ് എ, ഇതാണ് ബി. എയിൽ നിന്നും ബിയിലേക്കുള്ള അകലം എന്ന് വെച്ചാൽ ഈ അകലം ചോദിച്ച്. ഈ അകലം ചോദിക്കുമ്പം ഡയറക്ഷൻ പഠിച്ച ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതാ, ഈ കണ്ടുപിടിക്കേണ്ട വരയെന്ന് പറഞ്ഞാൽ അതൊരു സ്ലോപ്പാണ്. വരയെന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചരിഞ്ഞ വര. ചരിഞ്ഞ വരയാണെങ്കിൽ ഒരിക്കലും നമുക്കിത് അളക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് വേണ്ടത് ചരിഞ്ഞ വര സൈഡായിട്ട് വരുന്ന ത്രികോണം ഫോം ചെയ്യണം. ഒരു മട്ട ത്രികോണം ഫോം ചെയ്യണം. ഈ ചരിഞ്ഞ വര ഒരു സൈഡായിട്ട് വരുന്ന ഒരു മട്ട ത്രികോണം ഫോം ചെയ്യണം. ഒരു മട്ട ത്രികോണം ഫോം ചെയ്യണമെങ്കിൽ 3 ബിന്ദുക്കൾ വേണം. ത്രികോണം ഫോം ചെയ്യണമെങ്കിൽ 3 ബിന്ദുക്കൾ വേണം. അതിനകത്ത് 2 ബിന്ദുക്കളുണ്ട്, ഫസ്റ്റ് പോയിന്റും ലാസ്റ്റ് പോയിന്റും അതുണ്ട്. എന്നാൽ പിന്നെ 3ാമത്തെ പോയിന്റ് ദണ്ട് ഇവിടെ കൊടുത്താൽ പോരെ? ഇവിടെ കൊടുത്താൽ ഇതെല്ലാം കൂടെ ചേരുമ്പം ഇതൊരു മട്ട ത്രികോണമാണെന്ന് കിട്ടുമല്ലോ. മട്ട ത്രികോണമാണെങ്കിൽ പിന്നെ വേണ്ടത് ആ മട്ട ത്രികോണത്തിൻ്റെ പാദം ഇവിടുന്ന് ഇവിടം വരെ എത്ര, ലംബം ഇവിടുന്ന് ഇവിടം വരെ എത്ര, ഇത് രണ്ടും കണ്ടുപിടിക്കണം. പാദവും ലംബവും കണ്ടുപിടിച്ച പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് ഇതാണ് ഇവിടുത്തെ കർണം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട അകലം, കർണം. അതിന് ഹൈപ്പോട്ടനസ് അല്ലെങ്കിൽ കർണം എന്ന് പറയും. ഈ മട്ടകോണിൻ്റെ ഈ 90ന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കർണം. അന്നേരം കർണം കാണുന്ന, ഹൈപ്പോട്ടനസ് കാണുന്ന മാർഗമാണ് കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയുന്നത്. സോ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്
പാദത്തിൻ്റെയും ലംബത്തിൻ്റെയും സ്ക്വയർ എടുത്ത് കൂട്ടിയാൽ മതി. അതുകൊണ്ട് പാദവും ലംബവും അറിയണം. പാദവും ലംബവും അറിയാൻ വേണ്ടി ലംബം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കിട്ടാൻ വേണ്ടി ഇത് 3 ആണെങ്കിൽ ഇത് 3 എന്ന് പറയണം. ഇത് 3 ആണെങ്കിൽ ഇത് 3 ആയിരിക്കും. പിന്നെ പറയണം ഇത് മൊത്തം 5. അതിനകത്ത് ഇവിടുന്ന് ഇവിടം വരെ 1 ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ 1 ആയിരിക്കും. സോ ആകെയുള്ളത് 5. 5ൽ നിന്ന് ഇവിടുന്ന് ഇവിടം വരെ 1 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 4 ആയിരിക്കും. സോ പാദം 4 ആണ്, ലംബം 3 ആണ്. പാദം 4 ലംബം 3 ആണെങ്കിൽ കർണം കിട്ടുന്ന മാർഗം കർണം സ്ക്വയർ = പാദം സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ 16 പ്ലസ് 3ന്റെ സ്ക്വയർ 9. 16ന്റെ കൂടെ 9 കൂട്ടിയാൽ 25 എന്ന് കിട്ടും. അന്നേരം ഇങ്ങനെ കിട്ടി. കർണത്തിൻ്റെ സ്ക്വയർ 25 ആണെങ്കിൽ കർണം എന്ന് പറയുന്നത് സ്ക്വയർ മാറ്റാൻ വേണ്ടി റൂട്ട് എടുക്കുമ്പോൾ √25 = 5 എന്ന് കിട്ടും. സോ ഓപ്ഷൻസിനകത്ത് 5 കിലോമീറ്റർ ഉണ്ട്. അവിടെ ഞാൻ ഓപ്ഷൻ എഴുതാൻ വിട്ടുപോയി. അതുകൊണ്ട് ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം എത്ര ആയിരിക്കും? 5 കിലോമീറ്റർ. സംശയമൊന്നും വേണ്ട, ഇത് തന്നെയാണ് ഉത്തരം. ഇങ്ങനൊരു ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ടായിരുന്നു. സോ ആൻസർ = എത്ര തന്നെയാണ്? 5 കിലോമീറ്റർ ആണ് ഈ കണക്കിൻ്റെ ഉത്തരം. ക്ലിയർ? നമ്മുടെ 10ാമത്തെ ചോദ്യം, ഇതൊരു ക്യൂവിൻ്റെ വരിയും നിരയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരു ക്യൂവിൽ അരുണിൻ്റെ സ്ഥാനം മുമ്പിൽ നിന്ന് 17ാമതും പുറകിൽ നിന്ന് 33ാമതുമാണ് എങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? ഇത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ CPOയുടെ എക്സാമിൻ്റെയും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാമിൻ്റെ റിവിഷൻ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാണ്. ഒരു ക്യൂവിനകത്ത് മുമ്പിൽ നിന്നും പുറകിൽ നിന്നും ഒരാളുടെ സ്ഥാനമുണ്ട്. മുമ്പിൽ നിന്ന് 17ാമത്തെ ആളും അരുണാണ്, പുറകിൽ നിന്ന് 33ാമത്തെ ആളും അരുൺ തന്നെയാണ്. സോ ആകെ ആൾക്കാരുടെ എണ്ണം ചോദിച്ചാൽ ഒരാളുടെ സ്ഥാനം മുമ്പിൽ നിന്നും പുറകിൽ നിന്നും പറഞ്ഞിട്ട് ആകെയുള്ള ആൾക്കാരുടെ എണ്ണം ചോദിച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. സോ 33ൻ്റെ കൂടെ 17 കൂട്ടി 50 എന്ന് കിട്ടും. 50ൽ നിന്ന് 1 കുറച്ചാൽ 49 ആയിരിക്കും ആൻസർ. കാരണം മുമ്പിൽ നിന്ന് എണ്ണുമ്പോഴും പുറകിൽ നിന്ന് എണ്ണുമ്പോഴും അയാൾ വരും. മുമ്പിൽ നിന്ന് 17ാമത്തെ ആളും പുറകിൽ നിന്ന് 33ാമത്തെ ആളും അയാളാണ്. അതുകൊണ്ട് അയാൾ 2 തവണ വരും. 2 തവണ വരുന്നതുകൊണ്ട് ഒരാളല്ലേ ഉള്ളൂ. അതുകൊണ്ട് 1 അങ്ങ് കുറയ്ക്കണം. 2 തവണ അയാൾ വേണ്ട, അയാൾ 1 തവണ മതി. അതുകൊണ്ട് 1 അങ്ങ് കുറയ്ക്കണം. സോ 50ൽ നിന്ന് 1 കുറച്ചാൽ 49. നമ്മൾ ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഒരാളുടെ സ്ഥാനം മുമ്പിൽ നിന്നും പുറകിൽ നിന്നും പറഞ്ഞിട്ട് ആകെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 2 കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. 33ൻ്റെ കൂടെ 17 കൂട്ടുമ്പോൾ 50, 50ൽ നിന്ന് 1 കുറച്ചാൽ 49. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അതാണ് ഓപ്ഷൻ ബി 49 ആണ്. സോ ആൻസർ = 49 ആണ് ഈ കണക്കിൻ്റെ ഉത്തരം. ഇത് നിങ്ങൾക്ക് ഓക്കെയാണ്, ക്ലിയറായി കാണാം. ഇത്രയാണ് ഈ എക്സാമിനകത്ത് ചോദിച്ച 2021 PSC കണ്ടക്ട് ചെയ്ത അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാമിനകത്ത് ചോദിച്ച 10 ചോദ്യങ്ങൾ ഇതായിരുന്നു. നിങ്ങൾക്കിത് മനസ്സിലായി കാണാം. ഒന്നുകൂടെ സംശയമുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കുക, ക്ലിയറായി കാണാം. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് പ്രയോജനപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.